ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? ഒരു മനുഷ്യൻ എന്നും നടന്നു പോകുമ്പോൾ തൻ്റെ തോളിൽ 2 സഞ്ചികൾ, ഒന്ന് പുറകിലും മറ്റൊന്ന് മുമ്പിലുമായി തൂക്കിയിരിക്കും. അതിൽ പുറകിലത്തെ സഞ്ചിയിൽ മറ്റുള്ളവരുടെ നന്മകളെല്ലാം പെറുക്കിയിടും. അവ പെട്ടെന്ന് മറന്നുപോവുകയും ചെയ്യും. മുന്നിലെ സഞ്ചിയിലാണെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും കൊണ്ട് നിറഞ്ഞിരിക്കും. അത് അയാൾ എപ്പോഴും നോക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യും. ഒരു ദിവസം ഈ മനുഷ്യൻ തന്നെ പോലെ 2 സഞ്ചികളും കൊണ്ട് നടക്കുന്ന മറ്റൊരുത്തനെ കണ്ടു. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ മുൻവശത്തുള്ള സഞ്ചിയിൽ എൻ്റെ നന്മ പ്രവൃത്തികളെല്ലാം നിറച്ചിരിക്കുന്നു. ഞാൻ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ നന്മകളും കണ്ട് എനിക്ക് സന്തോഷിക്കാം. പുറകിലുള്ള സഞ്ചിയിലോ എൻ്റെ ചെറിയ തെറ്റുകുറ്റങ്ങളെ ഇട്ടിരിക്കുന്നു. അവയെനിക്ക് കാണുവാൻ വയ്യ. അവർ ഇരുവരും കുറെ കൂടെ മുൻപോട്ട് പോയപ്പോൾ മൂന്നാമതൊരുവനെ കണ്ടു. അവൻ്റെ തോളിലും 2 സഞ്ചികൾ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, എൻ്റെ മുൻസഞ്ചിയിൽ അന്യരുടെ നന്മകൾ എല്ലാം ഇട്ടിരിക്കുകയാണ്. അത് കുറേ ഭാരമുണ്ടെങ്കിലും എൻ്റെ യാത്രയിൽ എനിക്ക് വളരെ ആശ്വാസം നൽകുന്നുണ്ട്. പുറകിലുള്ള സഞ്ചിയിൽ അന്യരുടെ കുറ്റങ്ങളും കുറവുകളും അത്രേ. പക്ഷേ ആ സഞ്ചിക്ക് ഒരു കീറലുണ്ട്. ആ ദ്വാരത്തിൽ കൂടെ അവ ഒന്നൊന്നായി പൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഈ 3 ആളുകളിൽ ആരോട് നാം ഓരോരുത്തരും തുല്യരാകുന്നു? പ്രിയമുള്ളവരെ, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണോ നമുക്ക് പാളിച്ചകൾ വന്നിരിക്കുന്നത്, ആത്മീയ ജീവിതത്തിലായാലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും നമ്മുടെ കുടുംബജീവിതത്തിലായാലും എവിടെയാണോ നമുക്ക് കുറവുകളും പിഴവുകളും വന്നിരിക്കുന്നത്, ആ കുറവുകളെയും പിഴവുകളെയും നികത്തിക്കൊണ്ട് സമ്പൂർണ്ണമായിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, മൂല്യമുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഇന്നത്തെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങളെല്ലായ്പ്പോഴും ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകൾ എവിടെയാണോ സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറവുകളെ നിറവുകളാക്കി തീർക്കുവാനും ഞങ്ങളുടെ വീഴ്ചകളെ പരിപൂർണമായി പരിഹരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടുകൂടെ കർത്താവെ, ദൈവഭയത്തോടുകൂടെ എല്ലായ്പ്പോഴും ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.